ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്താടാ അറച്ചു നിൽക്കുന്നേ? അല്ല, വന്ദനയുടെ ബാഗ് പരിശോധിക്കാൻ എനിക്ക് പേടിയാ അപ്പച്ചി. എന്തിനാടാ പേടിക്കുന്നേ? അപ്പച്ചയല്ലേ കൂടെ നിൽക്കുന്നേ? അപ്പച്ചിയുടെ അനുഭവം ഓർത്താ എനിക്ക് പേടി. സംഭവം ഒരു ഫ്ലാഷ് ബാക്കാ. വാടക വീട്ടിൽ പോയി അച്ഛൻ ജഗനെയും വന്ദനയും കൂട്ടിക്കൊണ്ടുവന്നത് അപ്പച്ചി ഓർക്കുന്നില്ലേ? അന്ന് അമ്മ അവരെ സ്വീകരിച്ചത് ആരതി ഒഴിഞ്ഞായിരുന്നു. ഓർമ്മയുണ്ടോ അപ്പച്ചിക്ക്? അപ്പച്ചി വീഴും പോലെ വീഴാനുള്ള തടിയോ ആരോഗ്യമൊന്നും എനിക്കില്ല എന്റെ അപ്പച്ചി. പിന്നെ ജഗന്റെ മുറിയിൽ നിന്നും ഒരു വൈക്കോൽ തുരുമ്പ് പോലും വന്ദന മോഷ്ടിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നതുമില്ല. അല്ലെങ്കിൽ വന്ദന എന്തെങ്കിലും എടുത്തു മാറ്റിയും തന്നെ ഇരിക്കട്ടെ, അതെല്ലാം ജഗന്റെ വകയല്ലേ? ജഗൻ ഇപ്പോഴും വന്ദനയുടെ ഭർത്താവാ. അവൾക്ക് അതിനുള്ള അവകാശമുണ്ട്. അതിനൊന്നും ആർക്കും നഷ്ടം തന്നേണ്ട കാര്യമില്ല. നഷ്ടമുണ്ടടി. എന്റെ സഹോദരന്റെ വിയർപ്പാത്. സഹോദരന്റെ വിയർപ്പിന്റെ അവകാശി ഭാര്യയായ ഞാനാ. എനിക്ക് വന്ദനയുടെ കാര്യത്തിൽ ഒരു പരാതിയില്ല. നാത്തൂന്റെ പാട് നോക്ക. അത് കറക്റ്റ്. അത് ശരി. അപ്പൊ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് ആനന്ദവല്ലിയുടെ മേൽ ഏണിചാരുകയാണ് അല്ലേ? നിനക്കല്പം അടക്കോതുക്കൊക്കെ ഉണ്ടായിരുന്നു. ഓ, നീയും അങ്ങ് കിളന്നു തുടങ്ങി. അനുഭവിക്കുവടാ. നീ അനുഭവിച്ചു നിന്റെ ചീട്ടും കീറും. മോളെ, മോളെ, ജഗൻ ആരെയും കൊല്ലില്ലെന്ന് എനിക്ക് വിശ്വാസമുണ്ട് മോളെ. എന്തു ചതി നടന്നിട്ടുണ്ടെന്നാണ് ഞാൻ ഇപ്പോഴും കരുതുന്നത്. നീ അവനെ വെറുക്കല്ലേ? അല്ലെങ്കിലും കാറോടിക്കുമ്പോ അപകടമൊക്കെ സ്വാഭാവികമല്ല വന്ദനെ. മനഃപൂർവ്വം കൊന്നതല്ലല്ലോ. ജഗനും രാജീവും തമ്മിൽ മുൻപരിചയമൊന്നുമില്ല. അവര് തമ്മിൽ പൂർവ്വ വൈരാഗ്യവും ഇല്ല. ആ സ്ഥിതിക്ക് കാര്യങ്ങളുടെ വാസ്തവസ്ഥിതി വെളിവാകും. അതുവരെയെങ്കിലും ക്ഷമിച്ചൂടെ വന്ദനെ? ഈ വീട് വിട്ട് പോകരുതെന്നാ ഞങ്ങളുടെ ആഗ്രഹം. താലി കെട്ടിയ പെണ്ണിന് വേണ്ടി വാടക വീട്ടിൽ കഴിയാൻ പോലും തയ്യാറായവനാ ജഗൻ. വർക്ക്ഷോപ്പിൽ മെക്കാനിക്കിന്റെ പണിക്ക് പോലും അവൻ പോയില്ലേ? നിനക്കും നിയമങ്ങൾക്കും വേണ്ടി ജീവൻ ബലിയർപ്പിക്കാൻ വരെ മനസ്സുള്ളവനാ ജഗൻ. അവനെ നീ ഓർക്കണം മോളെ. വർഷയില്ലാതായ ദുഃഖത്തിൽ കഴിയുക മാധവേട്ടനും ചന്ദ്രികയും. മറ്റൊരു മകളായി നീ സ്വന്തം ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് ചെന്നാലോ? ആ ദുഃഖം കൂടി അവർക്ക് താങ്ങാനാകൂ? മാനത്തെ കൊട്ടാരം